ഹലോ, വെൽക്കം ടു ബ്ലിസ് ഫോട്ടോ ആർട്ട്. ഞാൻ മേരി. ഇന്ന് നമുക്ക് സ്റ്റുഡിയോയുടെ വാക്ക് ത്രൂ വീഡിയോ ആയാലോ? ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. ഇതാണ് നമ്മുടെ കസ്റ്റമർ ലൗഞ്ച്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ക്ലയൻസിൻ്റെ ബാഗ്സും ലഗേജൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കുഞ്ഞിന് ഡ്രസ്സ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിർത്തിയിട്ട് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഡ്രസ്സിംഗ് റൂം അവൈലബിൾ ആണ്. ആംറെസ്റ്റുള്ള ചെയർ ഉണ്ട്. ചില പേരൻസിന് ഇരുന്ന് ഫീഡ് എനിക്ക് താല്പര്യം, അപ്പോൾ ആ ചെയർ യൂസ് ചെയ്യാം. പിന്നെ കിടന്ന് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൗച്ച് യൂസ് ചെയ്യാം. ഒരു മിറർ അവൈലബിൾ ആണ്. അതുകൂടാതെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കർട്ടൻസ് ഇട്ടെങ്കിൽ ഫാമിലിക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് കൂടെ മാറ്റാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് ഏരിയ ഒന്ന് കാണാം. നമ്മൾ ഷൂട്ടിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3 ബേബി സെറ്റ്സും 2 സീനിയർ സെറ്റ്സും ഒരേ സമയം സെറ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല മൂടി ഇരിക്കുമ്പോൾ തന്നെ ഒരു സെറ്റിന് നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഷൂട്ട്സ് നമുക്ക് വേഗം തീർക്കാനും പറ്റും. ഇന്നത്തെ ഫോട്ടോഷൂട്ട്സ് നമ്മൾ പല സ്റ്റൈൽസിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലാസിക്കും ഗ്ലാമറും മോസ്റ്റ്ലി നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് 9 ഡിഫറെൻറ്റ് പേപ്പർ കളർ ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ കുറച്ച് ഹാൻഡ് പെയിൻറ്റഡ് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആണ്. ഫാമിലി പോർട്രേറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോർട്സ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റ്സും മോഡിഫയേഴ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു വാളിലാണ്. ഷൂട്ട്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ ആക്സസറീസും എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഡസ്റ്റ് ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ബോക്സസിലാണ്. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു വാൾ ഷെൽഫും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട്സിനും സീനിയർ പോർട്രേറ്റ്സിനും ടോപ്പ് ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ടാണ് സീലിംഗ് നമ്മൾ ഈ റെയിലിംഗ് സിസ്റ്റം കൊടുത്തേക്കുന്നത്. ഈ ഏരിയനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ലൈഡിംഗ് ഷട്ടേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പവർ കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഈ ഏരിയയിലാണ് നമ്മൾ സ്പെഷ്യൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഒരേ സമയം 2 സ്പെഷ്യൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ഒരു ബോഹോ സെറ്റപ്പ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് സെക്കൻഡ് സെറ്റ് ഡിഫറെൻറ്റ് തീംസിൽ ഇവിടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് പല തീംസിൽ ബേബി, മെറ്റേണിറ്റി, ഫാമിലി സെറ്റ്സ് ചെയ്യാനുള്ള ഓപ്ഷനിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെയും നമ്മൾ റെയിലിംഗ് സിസ്റ്റം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മളൊരു കസ്റ്റമർ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം ഈ വാളിൽ ഹാങ് ചെയ്തിട്ട് ഇവിടെ അച്ചീവ്മെന്റ് വാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റോർ റൂം ഒന്ന് കാണാം. ഒത്തിരി അധികം പ്രോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബേബി ഫോട്ടോഷൂട്ട്സ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് നമ്മുടെ മെയിൻ സ്റ്റോർ റൂമാണ്. നമ്മളിവിടെ എല്ലാം റാക്സിന് അറേഞ്ച് ചെയ്തേക്കുന്നത്. പൊടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മളെല്ലാം സെപ്പറേറ്റ് കവേഴ്സിലാണ് ചെയ്തേക്കുന്നത്. ഡ്രസ്സസും ചെറിയ ചെറിയ പ്രോപ്സ് വരുന്നത് UV സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ പഴയ എഡിറ്റിംഗ് റൂമാണ്. അതിപ്പോൾ നമ്മൾ സ്റ്റെറിലൈസിംഗ് കം സ്റ്റോറേജ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ്. പുതിയ എഡിറ്റിംഗ് റൂം നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അത് വഴിയെ കാണിച്ചു തരാം. ഇനി പുതിയ എഡിറ്റിംഗ് റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ എഡിറ്റിംഗ് റൂമിൽ 5 വർക്ക് സ്റ്റേഷൻസ് ആണ് ഉള്ളത്. ഹൈ റെസല്യൂഷൻ ഫോട്ടോസും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന കാരണം നമ്മൾ മോസ്റ്റ്ലി ആപ്പിൾ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ എടുത്തിറങ്ങിയ ഹോബിയാണ് പിന്നീട് ബ്ലിസ് ഫോട്ടോ ആർട്ടായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഈ റൂം ഡെക്കോർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവരുടെ ഫോട്ടോസ് വെച്ച് ഡെക്കോർ ചെയ്യണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് പഴയ ഫോട്ടോസാണ്, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോസാണ്. അതാണ് നമ്മൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ പ്രോപ്പ് കളക്ഷനിലുള്ള കുറച്ച് വിൻറ്റേജ് വെഹിക്കിൾസും കൂടി നമ്മൾ ഈ റൂമിന് ഡെക്കോറിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഇൻസ്പിറേഷൻ കോഡ്സ് കൂടി നമ്മൾ ഈ റൂമിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പേഴ്സണൽ പ്രൊജക്റ്റ് പോലെ നമ്മൾ ചെയ്ത കാര്യമാണ്. അത് എങ്ങനെ ചെയ്തതെന്നുള്ളതിൻ്റെ ഷോർട്സും റീൽസും നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാം.
ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ വാക്ക് ത്രൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ മെറ്റേണിറ്റിയും ബേബി ഫോട്ടോഷൂട്ട്സ് എല്ലാം ചെയ്യാനായിട്ട് സേഫായിട്ടും ഹൈജീനിക്കായിട്ടും കംഫർട്ടബിൾ സ്റ്റുഡിയോകൾ അന്വേഷിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബേബി ഫോട്ടോഷൂട്ട്സ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ന്യൂ ബോൺ ഫോട്ടോഷൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചേർത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഓരോ സെഷൻ്റെയും ഡീറ്റെയിൽസ് വ്ളോഗ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക്